5-ന് 4750 കേന്ദ്രങ്ങളിലായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നീറ്റ് പരീക്ഷ നടത്തി. 24,000-ഓളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ജൂൺ 14-ന് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ പരീക്ഷാഫലം 10 ദിവസം മുമ്പ്, അതായത് ജൂൺ 4-ന് തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 67 പേർ ഫുൾ മാർക്ക് നേടി. ഹരിയാനയിലെ ഫരീദാബാദിലെ ഒറ്റ സെന്ററിലെ 6 പേർക്ക് മുഴുവൻ മാർക്ക് ലഭിച്ചതോടെ ക്രമക്കേട് നടന്നിട്ടുണ്ടാകുമെന്ന ആശങ്ക ഉയർന്നു. പിന്നാലെ പരീക്ഷാഫലം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പേർ കോടതിയെ സമീപിക്കുകയും ചെയ്തു. അതേസമയം നീറ്റിന്റെ കൗൺസിലിംഗിൽ ഇടപെടില്ലെന്ന് സുപ്രീം കോടതി അറിയിച്ചു. പരീക്ഷ നടത്തിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് കൗൺസിലിംഗും നടത്തും. ഇക്കാര്യത്തിൽ ഇടപെടില്ലെന്നും കോടതി വ്യക്തമാക്കി. അതിൽ ആരും ഇടപെടേണ്ട കാര്യമില്ലെന്നും കോടതി പറഞ്ഞു. ജസ്റ്റിസുമാരായ വിക്രം നാഥ്, ദീപക് മേത്ത എന്നിവരടങ്ങിയ അവധിക്കാല ബെഞ്ചാണ് നീറ്റുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിച്ചത്. ITയുടെ വിശദീകരണം എങ്ങനെയാണെന്ന് വെച്ചാൽ, പരീക്ഷാ സമയം അവസാനിപ്പിച്ച ശേഷം മാത്രമേ ചോദ്യക്കടലാസും കൊണ്ട് പരീക്ഷാ ഹാൾ പുറത്തേക്ക് പോവാൻ വിദ്യാർത്ഥികൾക്ക് അനുവാദമുള്ളൂ. എന്നാൽ ഇത്തവണ രാജസ്ഥാനിലെ സവായി മേധാപൂരിലെ ഹയർ സെക്കൻഡറി ആദർശ് വിദ്യാ മന്ദിറിലെ പരീക്ഷാ കേന്ദ്രത്തിൽ മാത്രം ഹിന്ദി മീഡിയം വിദ്യാർത്ഥികൾ ചിലർക്ക് അബദ്ധത്തിൽ ഇംഗ്ലീഷ് മീഡിയം ചോദ്യക്കടലാസുകളാണ് വിതരണം ചെയ്തത്. അബദ്ധം തിരിച്ചറിഞ്ഞ് അവ തിരികെ വാങ്ങുന്നതിനിടയിൽ ഏതാനും കുട്ടികൾ ഇംഗ്ലീഷ് ചോദ്യപേപ്പറും എടുത്ത് ബലമായി പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു സംഭവം ഉണ്ടായി. വൈകിട്ട് 4 മണിയോടെ ചോദ്യക്കടലാസ് ഓൺലൈനിൽ വരികയായിരുന്നു ചെയ്തത്. ഇതല്ലാതെ ചോദ്യക്കടലാസ് വ്യാപകമായി ചോർന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ITI വിശദീകരിക്കുന്നുണ്ട്. രാജ്യമെങ്ങും ഒരേ സമയത്ത്, അതായത് ഉച്ചയ്ക്ക് 2 മണിക്കാണ് പരീക്ഷ തുടങ്ങിയതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെയും മൂല്യനിർണ്ണയ രീതിയിലെയും പ്രധാനപ്പെട്ട ചില പോരായ്മകളാണ് ഈ സംഭവത്തിലൂടെ പുറത്താകുന്നത്. ഇത്തവണത്തെ നീറ്റ് UG പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് കിട്ടിയ 1500-ലേറെ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം വിലയിരുത്താൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രാലയം ചെയ്തത്. നീറ്റ് UGയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരണവുമായി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രംഗത്തെത്തിയിരുന്നു. പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്നും ഇത്തരം ആരോപണങ്ങൾ സാധൂകരിക്കാൻ കഴിയുന്ന എന്തെങ്കിലും തെളിവ് ലഭിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. കോടതി നിർദ്ദേശിച്ച പ്രകാരം 1563 വിദ്യാർത്ഥികളുടെ ഫലം റദ്ദാക്കും. ഇവർക്ക് വീണ്ടും ജൂൺ 23-ന് പരീക്ഷ എഴുതാം. ഇതിനായി പ്രത്യേക പാനൽ തയ്യാറാക്കുകയും ചെയ്യും. റീടെസ്റ്റ് എഴുതാത്തവർക്ക് ഗ്രേസ് മാർക്ക് ഒഴിവാക്കിയുള്ള സ്കോർ നൽകും. എല്ലാ വിവരങ്ങളും കോടതിയെ ധരിപ്പിക്കും. പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും നീതി ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു.